അപ്പൊ നമ്മളുടെ ഒരു സുരഭിയുടെ പാൻ ഇന്ത്യൻ കുളി വരുന്നു അപ്പൊ കറക്റ്റ് ദിവസം അവിടെ മഴ പെയ്യും. അങ്ങനെ നീണ്ട് നീണ്ട് ഇദ്ദേഹം കുറേ ദിവസം പൊരി വെയിലത്തായിരുന്നു. അല്ലല്ല ഒന്നുമില്ല. അല്ല ഞങ്ങൾ അങ്ങനെ പറയുന്നേ ഉള്ളൂ. അങ്ങനത്തെ കുളി ഒരു ചെറു കുളിന്ന് കുഴപ്പമില്ലാത്തൊരു കുളി, ഒരു വെള്ളം ഒഴിക്കുന്നു. അന്നത്തെ കാലത്ത് അത്രയൊക്കെ കുളിയുള്ളൂ. എന്നിട്ട് അവസാനം വെള്ളം ഒഴിക്കുന്നു, അത്രേ ഉള്ളൂ. അത്രേ വരുന്നുള്ളൂ. പക്ഷെ പറയുന്നത് നമ്മളങ്ങനെയാണല്ലോ. അപ്പൊ അതില് പ്രമോദ് ഷെട്ടി അദ്ദേഹം രാവിലെ ഇങ്ങനെ പോലീസ് വേഷമൊക്കെ ഇട്ടിട്ട് വരും. പിന്നെ പ്ലേറ്റിലാണ് അതൊക്കെ ആൾക്കാർ കാണേണ്ടതാണ്. അദ്ദേഹത്തിനും ഒക്കെ കന്നഡത്തിൽ വന്ന് മലയാള സിനിമ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വളരെയധികം പഠിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഈ പ്രിന്റഡ് സ്റ്റോറി ബോർഡ് ആരുടെ ആയിരുന്നു? സ്റ്റോറി ബോർഡ് മാത്രല്ല, അതിന് വിഷ്വലൈസേഷൻ ചെയ്തിരുന്നു ഒരു 25-40 മിനിറ്റോളം. അവരെ കാണാൻ ലുക്കില്ലെന്നുള്ളൂ, ഭയങ്കര ഐഡിയ. കാണാൻ അടിപൊളിയാണ്. പഞ്ചായത്തിലെ എന്നെയല്ല ജിതിനാണ്. അല്ല ഭയങ്കര ഇതിനകത്തുള്ള ഐഡിയാസ് അവന്റെ തന്നെയാണ്. പെട്ടെന്ന് കാണുമ്പോൾ വിശ്വസിക്കാൻ തോന്നുന്നില്ലല്ലോ അവന്റെ ഐഡിയ ആണെന്ന്, പക്ഷെ അവന്റെ ആണ്. ഇത് ഞങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ അപ്പുറത്തുള്ള വേറെ ചില കാര്യങ്ങളും ഈ സിനിമയിൽ ഉണ്ടാവാം. ഇതിനകത്തുള്ള സാധ്യതകളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തും. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിട്ടുള്ള പിന്നെ കുറെ ഇങ്ങനത്തെ അപ്ഡേഷൻസ് ഉണ്ട്, അത് കാണാം. ആദ്യത്തെ അനുഭവമായത് കാരണം കൊണ്ട് അവനോട് വർക്ക് ചെയ്യണത് ഇത് ഭയങ്കര സുഖമാണ്. ഭയങ്കര സുഖം എന്ന് വെച്ചാല് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് ഉള്ളത് കിലോമീറ്റേഴ്സിലും ഡിയർ ഫ്രണ്ടിലും അതുപോലെ ഇതിലുമാണ്. അവൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് വൈകുന്നേരം മാത്രമേ നമുക്ക് ബേസിൽ നമ്മുടെ ബേസിലായിട്ട് കിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് ഇച്ചിരി സീരിയസ് ഡയറക്ടറാ, കർഷകരാണ്. അത് നമ്മളത് ക്ഷമിക്കുകയും ചെയ്യും. മുന്നോട്ട് പോവാ, ഇപ്പൊ ഞാൻ നീ പറഞ്ഞൊക്കെ കേൾക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ ഷൂട്ടിങ്ങിന്റെ മറ്റേ അഭിനയിക്കുന്ന സമയത്ത് അവൻ അങ്ങനത്തെ ടെൻഷനും ഇല്ല, റിലാക്സ്ഡ് ആയിരിക്കും. അങ്ങനെ കറങ്ങി നടപ്പുണ്ടാവും. ഉച്ചയ്ക്കും വൈകുന്നേരവും ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരത്ത് പ്രസൻസ് സാർ എന്നുള്ളത് എന്റെ സൈഡിലിരിപ്പുണ്ടാവും. കാര്യം അവന് പ്രൊഡക്ഷനോട് ഡയറ്റ് ഫുഡൊക്കെ ചോദിച്ച് മേടിച്ച അന്ന് ഈ ഇത്ര സാറ്റലൈറ്റ് ഇല്ല അവന്. അപ്പൊ അതൊക്കെ ഞാൻ ചോദിച്ച അഹങ്കാരമാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ 1-2 ദിവസമൊക്കെ എന്റെ ഭക്ഷണത്തിന്റെ പകുതി എടുത്ത് കഴിച്ചു. പിറ്റേ ദിവസം തൊട്ട് ഞാൻ 2 പേർക്കുള്ള ഭക്ഷണം പറഞ്ഞു തുടങ്ങി, അത് എനിക്കാണെന്ന് പറഞ്ഞിട്ട്. കാര്യം എന്താ എല്ലാ ദിവസം വരും. പിന്നെ എന്തൊക്കെയുണ്ട്, മറ്റേ ഇതെന്തായി. ഇതിന്റെ കൗണ്ടർ ബേസിലിന്റെ അതാ ഡിയർ ഫ്രണ്ട് പോലെ തുടങ്ങിയതാ. ഞാനൊരു ചിക്കൻ വിങ്സ് പാവം ഒരു 3-4 ചിക്കൻ വിങ്സ് കഴിച്ചിട്ടാ ജീവിക്കണം. അതിൽ കണ്ടെടുത്ത് നിന്നിട്ട് പോളൂ. ഇപ്പൊ ഭയങ്കര ഫിറ്റ്നസ് ആണ്, ഡെയിലി വർക്ക്ഔട്ട് ചെയ്യും, മറ്റേത് മറിച്ചത് സൂപ്പർ ഫുഡ്സ് കഴിക്കുന്നു, ഡയറ്റ് കീപ്പ് ചെയ്യുന്നു. ഇന്നാളെ എന്നെ കണ്ടപ്പോ കണ്ടാ എന്താ ജോലൈൻ അല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് കഴിഞ്ഞ ഓണത്തിന് ഒരു ശിഷ്യനെ ഇറക്കിയിട്ട് ഓണം വിന്നർ അടിച്ചായിരുന്നു. ഈ ഓണത്തിന് അടുത്ത ശിഷ്യനെ ഇറക്കിയിട്ട് ഓണം വിന്നർ അടിക്കാനാണ് ബേസിലൊരു ഒരു പ്ലാൻ എന്നുള്ള ഒരു സംഭവം. അപ്പോ ഈ പറഞ്ഞ പോലെ ARMനും അങ്ങനെ ഒരു ചരിത്രം പറയാനുണ്ടാവട്ടെ. T50 അല്ലെങ്കിൽ 2050 പറഞ്ഞ പോലെ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു.